എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഹൗ ഡു യു ഫീൽ? ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ നമ്മളെ കൂട്ടത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഹൗ ഡു യു ഫീൽ? എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ജോയിൻ ചെയ്തൊരു സമയത്ത് ഒരു അറ്റ്മോസ്ഫിയറും ഇപ്പൊ ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും? 50% കോൺഫിഡൻസും മതി നിങ്ങൾക്ക് ഇവിടെ, കാരണം 50% കാണാൻ പോകുന്നേ ഉള്ളൂ. എങ്കിലും ഒരു വർക്കിംഗ് മാനുവൽ എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി. ഓക്കെ, അല്ല നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ്, എന്തെങ്കിലും ചേഞ്ചസ് പോസിറ്റീവായിട്ടോ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. എനിക്ക് ഒന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് സാർ. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി, ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റി. പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു സ്കാം അങ്ങനത്തെ ഒരു ഏരിയയും കൂടെ അപ്പുറത്തുള്ളതുകൊണ്ട് അതൊക്കെ എന്താ പറയാ, അങ്ങനെയൊക്കെ പോവാണ്ട്, കാരണം ഞാൻ അത് അഫക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറെ അറിവുകൾ കിട്ടി. പിന്നെ കുറെ കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റി. മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ പറ്റി. കാരണം അതൊന്നും നമ്മൾ ഇന്ന് വരെ ഞാനങ്ങനെ എവിടെയും ആരും പറയുന്നത് കേട്ടിട്ടില്ല. നമ്മൾ കയ്യിലുള്ള പൈസക്ക് കുറച്ച് സ്റ്റോക്ക് വാങ്ങുക, വിൽക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മണി മാനേജ്മെന്റ് ഒന്നും ഇന്ന് വരെ ഞാൻ ലൈഫിൽ അങ്ങനെ ഒരാൾ പഠിപ്പിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ഞാനിതിനു മുമ്പും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇത്ര അഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരൊക്കെ ചുമ്മാ ക്യാൻഡിലിന്റെ സൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നല്ലാതെ അവരൊന്നും മണി മാനേജ്മെന്റ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഫൈൻ, താങ്ക് യു. അടിപൊളിയാണ് സാറിന്റെ ഓർമ്മശക്തി, അടിപൊളിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന് പഠിപ്പിക്കുന്നത് അടിപൊളിയാണ്. എല്ലാരെയും ടേക്ക് കെയർ ചെയ്ത് ഇത്ര പേഷ്യൻസ് ആയിട്ട് ഞങ്ങളൊക്കെ കുറെ ഒച്ചയും ബഹളമൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ ക്ഷമിച്ച് അടിപൊളിയാണ്. അങ്ങനെ വലുതായിട്ട് പറയാൻ അറിയില്ല, പക്ഷെ അടിപൊളി. താങ്ക് യു. പഴയ ക്ലാസ്സുകളൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ കിട്ടും? നമുക്കത് അവൈലബിൾ ആവുകയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ഉണ്ടെങ്കിൽ എടുക്കാം. നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തു സാർ കേട്ടോ സാറിന്റെ ക്ലാസ്. സാറിന്റെ എനർജി ലെവല് സംഭവിച്ചു. ഈ ഒറ്റയടിക്ക് ഫസ്റ്റ് ക്ലാസ് മുതൽ അവസാനം വരെ ഒറ്റയടിക്ക് പറഞ്ഞ ആ ഒരു ഇത് എനർജി ലെവല് ശരിക്കും സാറ് വളരെ സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. പ്രത്യേകം താങ്ക്സ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ബിഗിനർ ആണ്, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, ഇതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയാത്ത കുറെ ടേംസ് ഒക്കെ പറയാറുണ്ട് ഇടയ്ക്ക് സാറൊക്കെ. പക്ഷെ മണി മാനേജ്മെന്റ് എന്നുള്ള ആ ഒരൊറ്റ പോയിന്റ് കാരണം എനിക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ട്. അത് എന്തായാലും അതിന്റെ അർത്ഥം നമുക്ക് ഒരു വെളിപാട് കിട്ടിയെന്ന് തന്നെയാണ്. അത് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു സാധനം. ക്ലാസിക് എന്ന് പറയുന്ന സംഗതി അത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്രാഷും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. വെളിപാട് കിട്ടിയെന്നുള്ളത് 100% ശരിയാണ്. ഇതുവരെ നമ്മൾ മേടിച്ചിരുന്ന വെച്ചാല് ഒരു സ്റ്റോക്ക് വില കുറയുമ്പോൾ മേടിക്കുക, അത് വില കയറും, വീണ്ടും ചിലപ്പോൾ കുറയായിരിക്കും, വീണ്ടും ഒരു പ്രതീക്ഷയാണ് നാളെ കയറും എന്നിട്ട് ഇങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം വരുന്നുള്ള പ്രതീക്ഷയാണ് ഇനിയുള്ളത്. പ്രത്യേകിച്ച് ഈ ക്രാഷിന്റെ സമയത്തൊക്കെ നമുക്ക് ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് എത്രയോ ക്ലാസ് മാർക്കറ്റില് ഞാന് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഷെയർ മാർക്കറ്റ് അല്ല ശരിക്കും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതും ഇപ്പോൾ ഫോളോ ചെയ്യുന്നതുമായ ഷെയർ മാർക്കറ്റ്. അതായത് എൻ്റെ വൈഫ് വരെ പിള്ളേരും പറയാറുണ്ട്, എൻ്റെ സ്വഭാവത്തിൽ തന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ദേഷ്യം എന്ന് പറയുന്നത് ഇല്ലാതെയായി, ഇടപെടുന്ന രീതികളിൽ മാറ്റം വന്നു. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഈ 3-4 മാസം കൊണ്ട് വന്നിട്ടുണ്ടെന്ന് എന്നോട് പലരും പറയാറുണ്ട്. അത് ഈ ക്ലാസ്സിൽ അതുപോലെ തന്നെ ഷെയറിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും കുറേ മാറ്റങ്ങൾ വന്നു. ഈ മണി മാനേജ്മെൻറ്റ്, ടെക്നിക്കൽ അനാലിസിസ്, അതൊക്കെ നമ്മളെ ഒരു 90-80% ഒക്കെ നല്ലവണ്ണം നമ്മളെ ഇത് ചെയ്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. ആ ഒരു രീതിയിലും നല്ല പിന്നെ സാറിൻ്റെ ഒരു എനർജി ലെവലും ക്ലാസ് എടുക്കുന്ന ഒരു രീതി ഗ്രേറ്റ്. സാറേ പിന്നെ ഒരു താങ്ക്സിന് പുറമെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ വെച്ചാൽ ഞാനിപ്പോ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇങ്ങനെ ഈ ട്രേഡിങ്ങിൽ ഇങ്ങനെ അറിയാതെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ ട്രയൽ ക്ലാസ്സുകൾ കേൾക്കുന്നതൊന്നും സാറ്റിസ്ഫൈഡ് ആകാറില്ല. അപ്പൊ ഇങ്ങനെ നോർമലി ഇക്വിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യലുണ്ട്. ഇപ്പോൾ നേരത്തെ മുമ്പ് ആരോ പറഞ്ഞതുപോലെ കുറഞ്ഞ വില വരുമ്പോൾ വാങ്ങുക, കൂടിയ വില വരുമ്പോൾ വിൽക്കുക, ആ ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പം എന്തോ ഒരു സംഗതി ഇതിൽ ഹൈഡായി കിടക്കുന്നുണ്ട് എന്നുള്ളത് അറിവില്
ഒരുപാട് അപ്രോക്സിമേറ്റ് എബോവ് 3 ഇയർ ആയി ഒരു നല്ലൊരു ക്ലാസ് ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഈ ലാസ്റ്റ് 6 മന്തിലാണല്ലേ ഞാനിപ്പോ ഇങ്ങനെ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ യാദൃശികമായിട്ട് ഗൂഗിൾ ക്രോമിൽ വെബിനാറിന്റെ ഒരു ലിങ്ക് കണ്ടു. ഞാൻ അത് അറ്റൻഡ് ചെയ്തു. സെക്കൻഡ് ക്ലാസ് ജോയിൻ ചെയ്തു. സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ജോബ് റിസൈൻ ചെയ്യാന്നുള്ളത് അവിടെ അനൗൺസ് ചെയ്തു, അറിയിച്ചു. കാരണം അതൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു പാസീവ് ഇൻകം എന്നുള്ളതിന് പുറമെ ഇതൊരു ആക്റ്റീവ് ഇൻകം ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും എടുക്കാം. അല്ല, അത് അതിൽ നമ്മള് തോന്നിയതുകൊണ്ടാണ് അല്ല എടുക്കാം എന്നുള്ളതിന് നന്നായി പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു ഓൾ ഹാർട്ടഡ് എഫേർട്ട് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഇപ്പൊ നമ്മൾ പറയില്ലേ ഡ്രൈവിംഗിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ജോലി റിസൈൻ ചെയ്തു എങ്കിൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ്. ഡ്രൈവിംഗ് നന്നായിട്ട് സാധാരണ ഒരാൾ ഡ്രൈവിംഗ് പോകുന്നതിനേക്കാളും എഫർട്ട് നിങ്ങൾ കൂടുതൽ കൊടുത്ത് നല്ലൊരു ഡ്രൈവറായി വേഗം തന്നെ ഒരു ടാക്സി എടുക്കുമല്ലോ. അപ്പൊ അതിന്റെ ഒരു എഫേർട്ട് നിങ്ങൾ കൂടുതൽ കാണിക്കണം മറ്റുള്ളവരെക്കാളും. ഞാന് ഓരോ ഡെയിലി ചിലപ്പോ മോർണിംഗ് 10 o'clock ഇരുന്ന് കഴിഞ്ഞാല് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം വരെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ചാർട്ട് ഇനിയിരിക്കണ്ട ബിഫോറിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ എന്തോ ഒരു സാധനം അറിയാത്തത് ഇതിൽ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടേ ക്ലാസ് ജോയിൻ ചെയ്തപ്പോ അതെല്ലാം ക്ലിയർ ആയി. ഇപ്പൊ ഒരു മോർ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും മാർക്കറ്റിനെ നോക്കിയിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്യാത്ത നമ്മുടെ ഡെയിലി ലൈഫ് നോക്കിയിരിക്കുന്നത് പോലെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. കൺസിസ്റ്റൻസി ഉള്ള സാധനങ്ങൾ മാത്രം എങ്ങനെ നോക്കാമെന്നുള്ളത് പ്രാക്ടീസിലൂടെ കണ്ട് അത് തന്നെ സ്ക്രീനറിലൂടെ എടുത്ത് അത് ലൈവിൽ നമുക്ക് ചെയ്യാം. സ്ട്രക്ചേർഡ് ആയിട്ട് വരാം. ഓക്കെ ഹലോ സാർ, എനിക്ക് കുറച്ച് എൻ്റെ പേര് ബാസിത്ത്. ഞാന് അധികം സംസാരിച്ചിട്ടില്ല, എന്നാലും എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പറയാണ്. ഞാന് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ എപ്പോഴും എനിക്ക് പലപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ഭാഗ്യ പരീക്ഷണം ആണ് എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. കാരണം കുറെ ആളുകളുടെ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് പോകുന്നു, അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ താഴെ പോകുന്നു, ചിലപ്പോൾ മുകളിൽ പോകുന്നു. അപ്പൊ എനിക്കൊരു ഇതുവരെ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് എൻട്രി ചെയ്യാൻ. ഞാൻ ഇതുവരെ എൻട്രി ചെയ്തിട്ടില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ എപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല, എന്തോ ഒരു ഹിഡൻ സംഭവം ഇതില് ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഇതില് എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ. കാരണം വെറുതെ നമ്മൾ ഭാഗ്യ പരീക്ഷണം നടത്തിയിട്ട് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. എപ്പോഴും ഒരു ഭാഗ്യ പരീക്ഷണം നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ബൈ ആക്സിഡന്റലി ഞാൻ ഇങ്ങനെ ഇതിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ബൈ ആക്സിഡന്റലി ഈ സാറിന്റെ ഒരു ക്ലാസ് കേൾക്കാനും ഇതിലേക്ക് എൻട്രി ചെയ്യാനും എനിക്ക് തോന്നി അത് ഇതിലെന്തോ ഒരു സത്യമുണ്ട്, എന്തെങ്കിലും നല്ല എന്തെങ്കിലും കാര്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ കയറിയത്. അപ്പൊ അത് ഇപ്പോ നല്ല കുറച്ചൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് അത് ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പൊ വന്നിട്ടുണ്ട് ഓൾറെഡി സാറിന്റെ ക്ലാസ്. എനിവേ, താങ്ക് യു ഫോർ ഓൾ യുവർ എഫേർട്ട് ആൻഡ് എല്ലാത്തിനും താങ്ക് യു പറയാണ്. സാർ, എന്റെ പേര് ഷാൻ എന്നാണ്. ഞാന് സാറിന്റെ ക്ലാസ് എനിക്ക് കിട്ടിയത് ഞാനൊരു മീറ്റിങ്ങിന് പോയ സമയത്തായിരുന്നു. ഞാൻ എറണാകുളത്ത് വെച്ചിട്ടാണ് സാറിന്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞിട്ടാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നത്. അപ്പോ എന്റെ അഭിപ്രായത്തില് ഏറ്റവും നല്ല ക്ലാസ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോ അതിലൂടെ എനിക്കൊരു ചെറിയ 2-3 ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതൊന്ന് ഇതാണ്, സാറ് പറഞ്ഞു ഞാൻ നിങ്ങളെ വണ്ടർ പ്രൊഡക്റ്റ് കണക്ട് ചെയ്യും എന്നുള്ളത്. അത് സാർ ഉദ്ദേശിക്കുന്നത് മണി മാനേജ്മെന്റിനെയാണോ ഡൈവർജൻസിനെയാണോ നമ്മൾ പഠിച്ച എല്ലാ കാര്യത്തിനെയാണോ എന്നുള്ളതൊരു കൺഫർമേഷൻ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആസ് എ ഹോൾ എല്ലാം. ഓക്കെ, താങ്ക് യു സാർ. എന്റെ പേര് സജീവ്. എന്റെ പേര് സജീവ്. ഫസ്റ്റ് ഓഫ് ഓൾ സാറിന് വലിയ ഒരു ചാൻസ് പറയുവാണ്. കാരണം ഞാൻ പലപ്പോഴും ചോദിച്ച പൊട്ട ചോദ്യങ്ങൾക്കൊക്കെ സാറ് ക്ഷമയോട് ഇരുന്ന് ആൻസർ ചെയ്തേനെ. പിന്നെ ഞാൻ ഒരു 3 വർഷമായിട്ട് മാർക്കറ്റിലുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന നോളജൊക്കെ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്.
സാറിന്റെ തന്നെ ഒരു സ്റ്റുഡന്റ്, ഒരു 89th ബാച്ചിലെ സ്റ്റുഡന്റ്, എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ആ സുഹൃത്താണ് സാറിന്റെ ഈ ക്ലാസ് സാറിനെ റെക്കമെൻഡ് ചെയ്തത്. അപ്പം കഴിഞ്ഞ 4 മാസമായിട്ട് സത്യം പറഞ്ഞ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഇത്രയും 3 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നതിന് സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഇപ്പം വളരെ വലിയൊരു പ്രതീക്ഷ ലൈഫിലുണ്ട്. കാരണം ഞാൻ ഒരു 10-25 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് നാട്ടിൽ സെറ്റിൽ ആയപ്പോൾ 3-4 മാസമായി. അപ്പം ഇനിയുള്ള ലൈഫിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ എനിക്ക് ലൈഫിനെ പറ്റി ഫ്യൂച്ചറിനെ പറ്റി നല്ലൊരു പ്രതീക്ഷയുണ്ട്. എനിക്ക് മാർക്കറ്റിൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല, എനിക്ക് ഈ മാർക്കറ്റിൽ മാത്രമല്ല സാർ ഈ പറഞ്ഞ ഗൈഡ് വെച്ച് എന്റെ ലൈഫിൽ നല്ലൊരു ചേഞ്ചസ് ആവാൻ പറ്റും. എനിക്ക് ലൈഫിലുള്ള നല്ല സുഹൃത്തുക്കളെ കിട്ടും. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഈ ഗ്രൂപ്പിൽ തന്നെ നല്ല സുഹൃത്തുക്കളെ ഒരുപാട് പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അതുകൊണ്ട് സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് കാരണം ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമല്ല, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടി, സാറിനെ കൊണ്ട് നല്ലൊരു പേഴ്സണെ പരിചയപ്പെടാൻ പറ്റി, സാറിന്റെ ടീച്ചിങ്ങിൽ ഒരുപാട് അറിവുകൾ കിട്ടി. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു സോ മച്ച്. സാറേ നമസ്കാരം, എന്റെ പേര് ഭവിത്താണ്. ഞാൻ ആദ്യം സാറോട് നന്ദി പറയുന്നതിന് മുമ്പേ ദൈവത്തോട് നന്ദി പറയാണ്. കാരണം എന്താ വെച്ചാല് ഫേസ്ബുക്കില് ഒരു 100 ആഡ് നമ്മൾ ദിവസം കാണാറുണ്ട്. അതിലൊരു ആഡാണ് സാറെ കണ്ടത്. അതുപോലെ തന്നെ സാറെ ഒരു ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. പക്ഷെ അതിൽ തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു. അതിന് ശേഷമാണ് ഓരോരോ ക്ലാസ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴും ഓരോരോ ദിവസവും ഒരിക്കലും മിസ് ചെയ്യാണ്ട് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത്രക്കും ഒരു എന്തോ ഒരു ആ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. വളരെ നന്ദിയുണ്ട് സാറേ. എനിക്കൊരു ഭയങ്കര ഒരു പ്രതീക്ഷയും എല്ലാ കാര്യമുണ്ട്. പിന്നെ നമ്മുടെ ജോലി കുറെ എന്താ പറയാ 20 വർഷമായി ജോലി ചെയ്യുന്നു. ഇനിയിപ്പോ ഒരു 4-5 വർഷം കൂടെ ചെയ്ത് VR പോകണമെന്ന് ആദ്യം തീരുമാനിച്ചതാണ്. ഏതായാലും ഈ ഒരു പ്രതീക്ഷയില് നല്ലൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ജി സ്റ്റോക്ക് അക്കാദമിയുടെ സൈഡിൽ നിന്ന് ഇത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഭംഗിയായിട്ട് ലൈവില് സക്സസ് ആവുന്ന രീതിയിലേക്ക് വരാം. ബോത്ത് ഇൻ വെൽത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു നന്ദിയും കൂടെ, ഒരു ഒറ്റ ഒരാളോട് നന്ദി പറയണം. ലൈക്ക് ഷാക്കിറ മാഡത്തോടാണ്. ഇത്രയും കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്ത്. ഇൻഫാക്ട് ആളുടെ കൊച്ച് ആശുപത്രിയിലായിരുന്ന സമയത്ത് പോലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, അത്രയും ഡെഡിക്കേഷനോട് കൂടെ നമ്മളെയൊക്കെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി ഈ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കി. ഒരു ബിഗ് താങ്ക്സ്. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പറയേണ്ട ഒരു ജോലി ഇതാണ് സാറേ. ഞാൻ സത്യത്തിൽ ട്രേഡിൽ ബിഗിനറാണ്. ഞാൻ ഈ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒത്തിരി നേരം ഇങ്ങനെ റിവ്യൂ ചെയ്താണ് കുറച്ച് അക്കാഡമിയെ പറ്റി പഠിച്ചത്. അപ്പൊ അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 2-3 അക്കാഡമി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്തിച്ചത് കറക്റ്റ് സ്ഥലത്താണ്. ഞാൻ ഈ ജി സ്റ്റോക്കിലായിരുന്നു വരായിരുന്നത്, വേറെ സ്ഥലത്താണ് പോകായിരുന്നത്. പക്ഷെ കറക്റ്റായിട്ട് എന്നെ എത്തിച്ച് ജി സ്റ്റോക്കിലാണ്. സാറിന്റെ ക്ലാസ്സുകളെ സംബന്ധിച്ചോളം ഒത്തിരി എനിക്ക് തുടങ്ങിയ സമയത്തൊക്കെ സാറ് പറയുന്നത് ഈ മൈൻഡ് മാനേജ്മെന്റ് ഒക്കെ എത്തിപ്പിന്നെ ആലോചിച്ച് എന്തിനാണ് ഈ മൈൻഡ് മാനേജ്മെന്റ് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ക്ലാസ് തുടങ്ങി അത് ഓരോ ദിവസവും നമ്മളെ പിടിച്ചിരുത്തുമായിരുന്നു. സാറ് പറഞ്ഞ പോലെ ഗ്രാജുവേറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയ പിന്നെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പിന്നെ സാറിന്റെ എക്സാമ്പിളുകൾ അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ആരെന്ത് ഡൗട്ട് ചോദിച്ചാലും ഉടനെ തന്നെ സാറിന്റെ ഒരു ഉദാഹരണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. അത് ഞാൻ തന്നെ എൻ്റെ പല ഫ്രണ്ട്സിനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ എക്സാമ്പിളൊക്കെ തന്നെ. അങ്ങനെ അവരുടെ മുമ്പിൽ ഹീറോ ആകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി താങ്ക്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലിലും എനിക്ക് തോന്നുന്നു ഇത് വെച്ച് മുന്നോട്ട് പോകാൻ തോന്നുന്നു. അതുകൊണ്ട് സാറിന്റെ ക്ലാസ്സിന് ഒത്തിരി നന്ദിയുണ്ട്. ഞാനും ഒത്തിരി പേർക്ക് സാറിന്റെ ക്ലാസ്സുകൾ റെഫർ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 43 ബാച്ചിൽ എൻ്റെ കസിൻസ് ഒക്കെ കയറിയിട്ടുണ്ട് ഓൾറെഡി. ഞാൻ പലരും റെഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു സാർ. യെസ്, വേറൊരു കാര്യമുള്ളത്, ഇതിനു മുമ്പുള്ള സ്റ്റാറ്റസ് എന്റെ എന്തെന്ന് പറഞ്ഞാൽ ഞാനൊരു
ഇവരുടെ എല്ലാവരിലും കുറച്ച് വ്യത്യാസമായിട്ട് ഒരു ബിയർ കൈൻഡ് ഓഫ് ടൈപ്പാണുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് NCD എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. കൂടുതൽ എന്തായാലും പൈസ പോകുമോ എന്നുള്ള പേടി. സോ ഇപ്പൊ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്, ഇപ്പൊ നല്ലൊരു എൻലൈറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ഇതിന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു 50% കോൺഫിഡന്റ് ഉണ്ട്. ഇനി പ്രാക്ടീസോടുകൂടെ ബാക്കിയുള്ള കിട്ടുമെന്ന് വിചാരിക്കുന്നു. സാർ ഇത്രത്തോളം എത്തിച്ചതിന് വല്ലാത്തൊരു നന്ദിയുണ്ട് സാറേ. താങ്ക് യു സോ മച്ച്. തൊണ്ട ഇടറിയിട്ട് പറയാൻ പറ്റുന്നുള്ള പേടിയുണ്ട്, അത് പറഞ്ഞു തീർത്താ. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you so much, Guna. Yes. ഹലോ, ചെറിയ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ടായിരുന്നു. ഞാനിപ്പോ ഒരു വർഷത്തോളമായി ശരിക്കും ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട് അത്രയായിട്ടുള്ളൂ ശരിക്കും. ഞാൻ മുൻപൊരു അക്കാദമിയിൽ പഠിച്ചിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയപ്പോ എനിക്ക് ചെറിയ പ്രോഫിറ്റ് കിട്ടി. പക്ഷെ ഇൻട്രാഡേയിൽ അടിപൊളി പാളിപ്പോയി, മൊത്തത്തിൽ പാളിപ്പോയി. അങ്ങനെ കുറച്ച് ലോസ് വന്ന സമയത്ത് ഒരു ദൈവാനുഗ്രഹമാണെന്ന് ഞാനും കരുതുന്നു. കാരണം ഞാൻ കുറച്ച് ലോസ് വന്നിരിക്കുന്ന സമയത്ത് ഒരു ഇതായിട്ട് പറയണതാണ് കേട്ടോ, ആക്സിഡന്റലി ആണ് ഞാനും സാറിന്റെ ഒരു വീഡിയോ വെബിനാർ അല്ല കണ്ടത്, ഒരു ക്ലിപ്പാണ്. സാറിനെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ക്ലിപ്പാണ് ഞാൻ കണ്ടത്. എന്നാൽ സാറ് പറയുന്ന 1-2 പോയിന്റ്സ് കേട്ടപ്പോൾ തന്നെ എനിക്ക് സാറിന്റെ സാർ പറയുന്ന കാര്യത്തിൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. അങ്ങനെ സാറിന്റെ വെബിനാർ കണ്ടു ഞാൻ. സാറിന്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോസും തന്നെ കണ്ടു. അതിനുശേഷമാണ് ഞാൻ സാറിനെ ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്തപ്പോഴും സാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ അട്രാക്ട് ആയിട്ടാണ് ഞാൻ വന്നത്. ഇതിനകത്ത് സാറ് പഠിപ്പിച്ച മൂവിങ് ആവറേജും CPR-ഉം ഒക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ഞാനും നേരത്തെ ട്രേഡ് ചെയ്തിരുന്നത്. പക്ഷെ ഈ മൂവിങ് ആവറേജും CPR-ഉം ഞാൻ എന്ത് മനസ്സിലാക്കി വെച്ചോ അതിന്റെ അടിമുടി വ്യത്യാസമുള്ള ഒരു കാര്യമാണ് സാറ് പറഞ്ഞു തന്നത്. ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ, ഞാൻ പഠിച്ചു വെച്ചിരുന്നതും തമ്മിൽ. അപ്പോ ഇപ്പോ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ബെറ്റർ ആവും എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ജെയിംസ് സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല സാറേ, ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഹീറോയും കൂടാണ് ചെറിയാൻ കേട്ടോ. ചെറിയാൻ. യെസ് തീർച്ചയായിട്ടും ഭംഗിയായിട്ടെല്ലാം വരട്ടെ. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഒരു കാര്യം പറയാനുണ്ട് സർ. പ്ലീസ്. സർ, എന്റെ പേര് ഭീമ എന്നാണ്. ഞാൻ ഖത്തറിൽ നിന്നാണ്. സർ, എനിക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സഹായിച്ച് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാലും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെങ്കിലും അത് സ്റ്റോക്കും സാറിന്റെ ക്ലാസ്സുമാണ് സർ. താങ്ക് യു സോ മച്ച്. ഒത്തിരി നന്ദിയുണ്ട് സർ, നല്ലൊരു ക്ലാസ് തന്നതിന്. സാറിനെയും സാറിന്റെ ക്ലാസ്സും ശരിക്കും ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സങ്കടം മാത്രമേ. യെസ് നമുക്ക് മുന്നോട്ട് പോട്ടെ. ഒരു സെക്കൻഡ് സാർ, ഞാൻ സനലാണ്. 18 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഇനി എന്ത് ചെയ്യണം എന്ന് ഇരിക്കുന്ന ഒരു സമയത്ത് ആരോ ട്രേഡിംഗ് എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോട് ട്രേഡ് എന്നൊന്ന് പറഞ്ഞ ഉടനെ എനിക്ക് വലിയൊരു നെഗറ്റീവ് കേൾക്കാൻ പറ്റി. ട്രേഡിലങ്ങ് പോകരുത്, പൈസ പോകും. അങ്ങനെ യൂട്യൂബിൻ്റെ അകത്ത് പാക്കിങ് അത് ഇത് ഇങ്ങനെ എന്ത് തൊഴിൽ ചെയ്യാൻ പറ്റും ഇനിയുള്ള കാലത്ത് എന്ന് വിചാരിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു യൂട്യൂബിൽ 2 പേരിരുന്ന് സംസാരിക്കുക. ഇപ്പൊ ഒരു പുതിയ ഗ്യാരണ്ടി ആയിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അതിന് മുകളിൽ, അതിനൊരിക്കലും പുറകോട്ട് വരത്തില്ല, അതിന് മുകളിൽ പോകും എന്ന് പറഞ്ഞ ഒരാൾ ഗ്യാരണ്ടി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഒരു യൂട്യൂബിലാണ്. ആ സമയം തൊട്ട് ഞാൻ ഈ ഗ്യാരണ്ടി തരുന്ന ആരാണെന്ന് യൂട്യൂബിൽ തെരഞ്ഞു വന്നപ്പം ഒരു ദിവസം സാറിന്റെ ഒരു ക്ലിപ്പിയാണ്. അങ്ങനെയാണ് 3M എന്ന് പറയുന്ന സംഭവം കാണുന്നത്. ഷെയർ മാർക്കറ്റിൽ എനിക്കൊന്നും അറിയില്ല. സാറിന്റെ അടുത്ത് ക്ലാസ്സിന് വന്നതിന് ശേഷമാണ് എന്താണ് ഷെയർ മാർക്കറ്റ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഏകദേശം ഒന്ന് വരുന്നത്. ഇനിയിപ്പോൾ പ്രാക്ടീസ് ചെയ്താലേ എന്തെങ്കിലും ചെയ്യാനും പറ്റും. അപ്പൊ ഈ ഒരു നെഗറ്റീവ് കേട്ടതിന്റെ പിറകിൽ ആണ് ഞാനിപ്പം ഈ രംഗത്തേക്ക് ഇറങ്ങാൻ പോകും. അതിലുപരി ഇത്രയും വയസ്സായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഭവം എഴുതിയിട്ടില്ലായിരുന്നു. മുമ്പ് ബിനോയ് തോമസ് പറഞ്ഞതുപോലെ ദേഷ്യമുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എഴുതാൻ തുടങ്ങിയപ്പം ദേഷ്യം പോയി, ചുറ്റിലും നിൽക്കുന്നവരോടുള്ള സംസാര രീതി മാറി. മൊത്തത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് വീട്ടിലും പറയുന്നു, നാട്ടിലും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആരോ യൂട്യൂബിൽ ചെയ്ത ഒരു നെഗറ്റീവ് സ്റ്റോക്കിൽ എത്തിച്ചു തരാനായിട്ട് ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി. സാറിന്റെ നല്ല ക്ലാസ്സിനും ആറ്റിറ്റ്യൂഡ് ലെവൽ മാറ്റി തന്നതിനും നന്ദി. താങ്ക് യു സോ മച്ച്.
യെസ്, താങ്ക് യു. സാറിന്റെ ആഴത്തിലുള്ള ഒരു അറിവിന് പ്രത്യേകം നന്ദി പറയുന്നു സാറേ. ഞാൻ ഈ മാർക്കറ്റില് ശരിക്കും പറഞ്ഞാൽ 35 വർഷത്തിൽ കൂടുതലായി. 35 ഇയേഴ്സ്. ഹർഷത്ത് മെത്തയുടെ കാലത്ത് തൊണ്ടയടച്ചില്ല. ഹർഷത്ത് മെത്തയുടെ ഒക്കെ കാലത്തെ ഉണ്ട്. അപ്പം KV ഷംസുദ്ദീൻ സാറിന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ദുബൈയിലുള്ള ജോജിത്തിന്റെ പുള്ളിക്കാരന്റെ കറഫി ഈ ബിസിനസ് ഒക്കെ തുടങ്ങുന്ന പുള്ളിയാണ് എന്നെ ഇങ്ങനെ ഷെയർ മാർക്കറ്റ് ചെയ്തതും കാര്യങ്ങളും. അത് ശരിക്കും കാശ് ഉണ്ടാക്കി, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഉണ്ടാക്കി അതിനകത്ത് ആ സമയം തൊട്ടുള്ള സാറിന്റെ പ്രത്യേക ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സാറിനെ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. കാരണം പല ആ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സാറിന്റെ ചില ഈ കഥകള്, ചില നല്ല നല്ല കാര്യങ്ങൾ അനുകരിക്കാനും അത് മനസ്സിലാക്കാനും നല്ലൊരു സന്ദർഭം കിട്ടും. സ്റ്റോക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിനകത്ത് ആഴങ്ങളിലേക്ക് പോയി മുങ്ങിയെടുക്കുന്ന മുത്തു പോലെയായിരുന്നു സാറിന്റെ ഓരോ സംഭാഷണവും. വളരെ വളരെ താങ്ക്സ് ഉണ്ട് സാറിന്. ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു ജെയിംസ് സാറിന്. ഈ ക്ലാസ് നന്നായി ആക്റ്റീവ് ആക്കാനും എല്ലാവരും രസകരമായി എന്നുള്ളത് ഭംഗിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളും കൂടിയാണ് ജെയിംസ് സാർ. പിന്നെ ഞാൻ പറയുന്ന ചില കൗണ്ടറുകൾക്കൊക്കെ അതേ സെൻസിൽ എടുക്കുകയും നല്ല ഭംഗിയായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഭംഗിയായിട്ട്. ഇനി നമുക്ക് വലിയൊരു ടാസ്ക് കിടക്കുകയാണ്. ലൈവിൽ വന്ന് പ്രോഫിറ്റ് എടുത്ത് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം, റൈറ്റ്? സോ അതിനുള്ള എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് എടുക്കണം. നാളത്തെ ഒരു ദിവസം നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. നാളെ മോർണിംഗ് തന്നെ മെന്റർ ജോയിൻ ആവും. നാളെ വൈകിട്ട് 8 മണിയോടുള്ളിൽ തന്നെ നിങ്ങൾക്ക് 2 മെയിലുകൾ നിങ്ങളുടെ മെയിലിൽ കിട്ടും. ആ മെയില് നിങ്ങൾക്ക് രണ്ടും സേവ് ചെയ്തിടുക. മറ്റന്നാൾ മുതൽ പ്രാക്ടീസ് തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് നാളെ തന്നെ മെന്റേഴ്സ് കണക്ട് ചെയ്ത് തരും. എല്ലാ ആസ്പെക്റ്റിലും ജി സ്റ്റോക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ലൈവിൽ വന്ന് സാറ്റിസ്ഫൈ ആകുന്നത് വരെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ് പ്ലീസ്. അലക്സ് ആണ് ഞാന്. ഹലോ, കേൾക്കുന്നുണ്ടോ? അലക്സ് പറയൂ. ഞാന് സാറേ വീഡിയോ ഇല്ല അലക്സിനെ, കാണുന്നില്ല. കാണുന്നു, റൈറ്റ്. ഓക്കെ സാറേ കാണുന്നില്ല. ഞാൻ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കാണ്. റേഞ്ചിന്റെ ഒരു പ്രോബ്ലം. ആർമിയിൽ വർക്ക് ചെയ്യുന്നു. വർക്കിങ്ങിലാണ്, സ്റ്റിൽ വർക്കിങ്ങിലാണ്. ഇനി ഒരു 2 വർഷം കൂടെ ഉണ്ട്. അപ്പൊ ഈ 2 വർഷം കൊണ്ട് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് നമുക്കൊന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട് 2 വർഷമായി. ഞാൻ ശ്രീനഗറിൽ ഇരിക്കുമ്പോഴാണ്, ഒരു 3-4 വർഷം മുമ്പ് ശ്രീനഗറിൽ ഇരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉണ്ടായ നഷ്ടങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ എല്ലാരും പറഞ്ഞ പോലെ സാറിന്റെ ക്ലാസ് ഒരു യാദൃശ്ചികമായിട്ടാണ് കണ്ടത്. ഈ സെയിം ഒരു ചെറിയൊരു സ്കിറ്റ് പോലെ. എന്തായാലും സാറേ എല്ലാ ക്ലാസ്സും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും സാറ് പറഞ്ഞ നമ്മളെ ആ സ്റ്റാർട്ടിങ് തൊട്ട് എന്ന് വെച്ചാൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തത് പകുതി എനിക്ക് കിട്ടിയില്ല. മൊബൈലിൽ ടവർ എന്നൊരു സംഭവം ഇല്ല. ഞാൻ ഈ മൊബൈൽ അവിടെ ഇവിടെ എടുത്ത് വെക്കുകയാണ്, എവിടെങ്കിലും ടവർ സെറ്റ് ആവട്ടെ എന്ന് വെച്ചിട്ട്. എന്നാലും ഇത് എപ്പോഴും സമയം കിട്ടുമെങ്കിലും ഞാൻ ഏത് ക്ലാസ് മിസ്സായെങ്കിലും പോയി. സാരില്ല കേട്ടോ, ഡോണ്ട് വറി, നമുക്ക് സംസാരിക്കാം. എന്റെ പേര് സുനീർ എന്നാണ്. കേൾക്കണുണ്ടോന്ന് അറിയില്ല. യെസ് സുനീർ, കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ആക്ച്വലി ടൈം സോൺ നല്ല ഡിഫറൻസ് ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാറ്. പൊതുവേ ഞാൻ ഓൺലൈനിൽ ലൈവ് കോഴ്സ് വരാറില്ല. പക്ഷെ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആയതിനെക്കൊണ്ട് എന്തായാലും വന്നിട്ട് സാറിനോടും ജി സ്റ്റോക്ക് ടീമിനോടും നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസിനോടും ഒരു ബിഗ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. വളരെ നല്ലൊരു കോഴ്സ് ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ് ഇത്, ഇതിൻ്റെ മുന്നത്തെ ബാച്ചിൽ ജോയിൻ ചെയ്ത്. അപ്പം ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്താ അതുപോലെ ബിഗ് താങ്ക്സ് ടു എവരി വൺ. താങ്ക് യു സുനീർ. സുനീർ എവിടെ നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്? UK-ലാണ് വർക്ക് ചെയ്യാണ്. അപ്പം ഇന്ന് ഞാൻ ആക്ച്വലി ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 3:30 വർക്ക് നിർത്തിയിട്ട്
ഞാൻ ഇതിൽ ജോയിൻ ചെയ്തതാണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. റെസ്പെക്ട്. റംഷാ സർ, റംഷാ യെസ് സർ, പ്ലീസ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഞാൻ കുറെ ഇങ്ങനെ സാറെ കാണുമ്പോൾ ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. സാർ എന്താ ഇലുമിനാറ്റി ആണോ? എന്താടോ ഇത്? ഓക്കെ, സാറ് അതാരാ, റെസ്ലി ആണോ ചോദിച്ചേ? യെസ് 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 യെസ്, ഒരു ചെറിയ രീതിയിൽ. ഓക്കെ, ഇലുമിനാറ്റിനെ പറ്റി പൃഥ്വിരാജ് പറഞ്ഞ മറുപടി ഞങ്ങൾ അങ്ങനെ പുറത്ത് പറയാറില്ല. NLP സർട്ടിഫൈഡ് ആണോ? നൈസ്. എങ്ങനെയാണ്? ഇല്ല 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 ഇല്ല, NLP ട്രെയിൻഡ് ഒന്നുമല്ല. യെസ്, സൈക്കോളജി ഇഷ്ടപ്പെട്ട വിഷയമാണ്, ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. സാറിന്റെ വീട് തൃപ്രയാർ എവിടെയാണ് സാറേ? ഏതാണ് വീട്? വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ. തൃശ്ശൂരാ? എവിടെയാണ് അത്? പ്രോപ്പർ സ്ഥലമാണ്? തൃശ്ശൂര് കയ്പമംഗലം എന്ന് പറയുന്ന വില്ലേജ്. കയ്പമംഗലം വില്ലേജ്. ഞാൻ തൃശ്ശൂർ തന്നെ, അതുകൊണ്ടാണ്. തൃശ്ശൂർ കയ്പമംഗലം എന്ന് പറയുന്ന വില്ലേജ്, ഇൻ ബിറ്റ്വീൻ തൃപ്രയാർ ആൻഡ് കൊടുങ്ങല്ലൂർ. അഡ്രസ് കൊടുക്കണ്ട സാറേ. സർ ഖത്തറിൽ എവിടെയായിരുന്നു സർ വർക്ക് ചെയ്തിരുന്നത്? ഖത്തറിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു, ദലാല ഹോൾഡിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലുണ്ടായിരുന്നു. സാർ ഏത് ഏജിലാണ് തുടങ്ങിയത് ഷെയർ ട്രേഡിംഗിന്റെ? ഞാൻ ആക്ച്വലി കോളേജിൽ SSLC ഒക്കെ പഠിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 10-20 വർഷമായിട്ടുണ്ടാവും. പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് MRFന് 2500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ പിന്നെ പഠിച്ചു, സ്വന്തമായി റിസർച്ച് ചെയ്തു. അപ്പോൾ റിസർച്ച് ചെയ്യുന്ന രീതികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടർ തോന്നും. ഡേ ആൻഡ് നൈറ്റ് ഫുൾ ചാർട്ട് നോക്കിയിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മൾ പറയില്ലേ, ഈ 10,000 തവണ ബൾബ് കണ്ടുപിടിക്കുന്നതിന് റിസർച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് 10,000 തവണ ഫെയിലിയർ ആയി എന്ന് പറഞ്ഞ കേസ് പോലെ, നമുക്ക് ഇവിടെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടൂൾ ഇട്ടിട്ട് ബാക്കിലോട്ട് റിസർച്ച് ചെയ്യുമ്പോൾ കുറെ വർഷം അത് ശരിയായിരിക്കും, പിന്നെ അവിടെ നിന്ന് തൊട്ട് ബാക്കിലേക്ക് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോഴാണ് ഈ വേറൊരു ടൂൾ ഇതിന്റെ കൂടെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ സക്സസ് ആകുന്നത്. അപ്പോൾ ഈ പറയുന്ന SMA-യുടെ റൂള് നേരത്തെ ഒരാൾ ചെറിയാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഓൺ റിസർച്ചിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ സ്വന്തം ചെയ്തിട്ടുള്ള സംഗതികളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബുക്കിലുണ്ടാവില്ല അത് ഞാൻ സമയം നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഏകദേശം 2 മണിക്കൂറും 37 മിനിറ്റായി. പക്ഷെ നമ്മളിപ്പോഴും അങ്ങനെ സംസാരിച്ചത്. ഇപ്പം വിളിക്കുന്നത് വരെ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അതേപോലെ സമയം അങ്ങനെ ബൈ ചാൻസ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു താല്പര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതുമായിരിക്കും. ഏതായിരുന്നു? അത്ര പാഷൻ ആയിരുന്നോ ഇതിനോട്? അതെ അതെ അതെ, പാഷനായിരുന്നു. അതെ, പാഷനായിരുന്നു. കാരണം എന്റെ പേര് ഷെനിൽ എന്നാണ്, ഞാൻ കൊച്ചിയാണ് സ്ഥലം. ഈ പാഷൻ ആയിരുന്നു എന്നതിന്റെ ഒരു മോട്ടീവ് ഞാൻ പറഞ്ഞിട്ടില്ല. മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മോട്ടീവ് നമുക്കിപ്പോ എഴുത്തും വായനയും അറിയുന്ന രീതിയിലല്ലേ. ഇപ്പോ നമ്മളിപ്പോ ഒരു ഫിഷ് സെയിൽ ചെയ്യുന്ന ഒരാള്, നമ്മളത് ഫിഷ് സെയിൽ ചെയ്യാൻ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് പൊതിഞ്ഞു തരുമ്പോൾ അയാൾക്ക് അത് എഴുത്തും വായനയും അറിയാം. വായിച്ചിട്ട് തന്നെയായിരിക്കും അയാളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഒരു ന്യൂസ് വായിച്ചിട്ട് ഫിഷ് പൊതിഞ്ഞു തരുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് ആ പ്രൊഫഷൻ ചെയ്താലും ഏത് പ്രൊഫഷൻ ചെയ്താലും നമുക്കൊരു ഫിനാൻഷ്യൽ ലിറ്ററസി വേണം. നാളെ റിലയൻസിന്റെ സ്റ്റോക്ക് നാളെ കയറുകയാണല്ലോ, നാളെ സ്ട്രാറ്റജി വൺ സംഭവിക്കാനുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഓരോരുത്തരും മാറണം. ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് വരണം എന്ന് പറയുന്ന ഒരു ഡ്രീമാണ് എന്നെ ഇതിലേക്ക് റിസർച്ച് ചെയ്യിക്കുന്ന ഘടകം. നമുക്കൊരു ഡ്രീം വരാൻ ഉണ്ട്. നമ്മൾ സ്കൂളിൽ മുതൽ ഇത് പഠിക്കണം. മണി മാനേജ്മെന്റ് ഉള്ളത് ഗാംബ്ലിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒരു കമ്പനി ഓണറാണ് ഞാൻ, സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ടാക്സ് അടക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരും. റൈറ്റ്? ടാക്സ് അടക്കേണ്ട സിറ്റുവേഷനിലേക്ക് വന്നാൽ ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റിലേക്ക് കൂടുതൽ റവന്യൂ വരും. ഒരു ഇക്കണോമിക്കലി ഒരു രാജ്യം ഫിനാൻഷ്യൽ ലിറ്ററസി കൊണ്ട് മുന്നിലേക്ക് വരാം എന്നുള്ളത് ഒന്ന് പ്രൂവ് ചെയ്യണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോ ആ ആഗ്രഹത്തിന്റെ പിന്നിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. റൈറ്റ്? Nice thought. Nice thought, Yeah. sir. Yeah. Thank you so much. Have a nice career ahead. Good. So നമ്മൾ എല്ലാം സപ്പോർട്ടീവ് ആയിട്ടുണ്ടാവും. ഇനി നാളെ മുതൽ മറക്കണ്ട, നാളത്തെ ഒരു ദിവസം ഞങ്ങൾ വെറുതെ ഇരിക്കും. നാളെ നമുക്ക് ആക്ട് ചെയ്യാനുള്ള ദിവസമാണ്. നിങ്ങൾക്ക് മെയിലും കാര്യങ്ങളൊക്കെ വരും. വരാത്ത ആളുകൾ നൈറ്റ് 8 മണി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ, അതിനുള്ളിൽ നിങ്ങൾക്ക് വരും കേട്ടോ. ചിലപ്പോൾ മെയിലിന്റെ സ്പാമിന്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ മെയിൽ പോവുകയാണെങ്കിൽ അതും ചെക്ക് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട ഒരാൾ. അപ്പോൾ ആ രീതിയിലേക്ക് വരട്ടെ. താങ്ക് യു സോ മച്ച്. എൻ്റെ കൂടെ ഏകദേശം ഇപ്പോൾ 2 മണിക്കൂറും 40 മിനിറ്റും ഇരിക്കാനുള്ളൊരു ക്ഷമ നിങ്ങൾ കാണിച്ചു.
ദാറ്റ്സ് അമേസിംഗ്. താങ്ക് യു സോ മച്ച്. നമ്മളൊരു ഫിലിം തീരേണ്ട ടൈം ആയില്ല ഏകദേശം. സത്യത്തില് സാറിന്റെ വേ ഓഫ് ടീച്ചിങ് ആണ് ഇതിന്റെ അകത്തൊരു മെയിൻ താങ്ക് ആയിട്ട് പറയേണ്ടത്. വേ ഓഫ് ടീച്ചിങ് നമ്മൾ അറിയാതെ അതിലേക്ക് ഒരു മാഗ്നറ്റ് പോലെ പിടിച്ചിരുത്തുന്ന ഒരു വേ ഓഫ് ടീച്ചിങ് ആണ്. കാരണം വളരെ സിമ്പിൾ ആയിട്ട് വലിയ കാര്യങ്ങൾ വളരെ സിമ്പിൾ വേയിൽ സാറ് പ്രസന്റ് ചെയ്ത് ഞങ്ങളെപ്പോലെ സാധാരണക്കാരിലേക്ക് അത് എത്തിക്കുന്നതിനാണ് സാറിന് ഒരു ബിഗ് താങ്ക്സ്. കാരണം ഞാൻ ഈ ട്രേഡിൽ പുതിയ ആളാണ്, പക്ഷെ ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഓരോ ദിവസത്തെ ക്ലാസ് മിസ് ചെയ്യുമ്പോൾ ഇന്ന് മിസ്സായല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് തോന്നും നമ്മൾ ഓടി വന്ന് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ക്ലാസ് കാണാനും. അപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ്സും നമ്മൾ എന്താ പറഞ്ഞ ഈ മയക്കുമരുന്ന് എടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞ അതിനൊരു പ്രതീതി പോലെയാണ്. ഇതിപ്പോ നമുക്കൊരു ക്ലാസ് മിസ്സായി, അത് ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ കണ്ടന്റ് എന്തായിരിക്കും അത് പഠിക്കണം. കാരണം ഞാൻ ഒരു 18 വർഷം ജോലി കഴിഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് വന്ന ഒരു വ്യക്തി. അപ്പം കുറെ ഇത് നോക്കി ഫാം തുടങ്ങാം, ചെറിയ ബിസിനസ് തുടങ്ങാം, ഇതെല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ ആഫ്റ്റർ ഓൾ അതിന്റെ കാൽക്കുലേഷൻ നോക്കാൻ നേരത്തെ എല്ലാം ഇതിലേക്ക് കഴിഞ്ഞാൽ ബെറ്റർ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് തോന്നി. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു സാറിന് ഇത്രയും നല്ല എന്താ പറയുക ഒരു മാഗ്നറ്റിക് വേയിൽ ഞങ്ങളെ പുള്ളി ചെയ്ത് ആ ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്തി ഇരുത്തിയതിന് അതിന് സാറിന്റെ ആ എന്താ പറയുക ആ വേ ഓഫ് ടീച്ചിങ്ങിന് വളരെയധികം നന്ദി ഉണ്ട് സാർ. യെസ്, എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള ടീമും ഇത് അറിയിക്കുന്ന ഒരു സംഗതിയാണ്. അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സമയത്തേക്ക് ഫ്രീ ആവുന്നത് പോലും. സോ താങ്ക് യു സോ മച്ച് ഫോർ എവറി വൺ. സാറിന്റെ ഓഫീസ് എവിടെയാണ് സാറേ? എറണാകുളത്താണോ അതോ? കാലിക്കറ്റ് ഉണ്ട് കേട്ടോ. ഓഫീസ് ഡീറ്റെയിൽസ് കാലിക്കറ്റ് ഉണ്ട്, തൃശ്ശൂർ. കാലിക്കറ്റ് ടൗണിൽ തന്നെയാണ്. തൃശ്ശൂര് ഈ പറയുന്നത് 3 പീടിക എന്ന് പറയുന്ന സ്ഥലം. 3 പീടിക ഇരിഞ്ഞാലക്കുട അടുത്തുണ്ട്. ഓൺ ദ വേ ഓഫ് ഇരിഞ്ഞാലക്കുട. സാറേ അഡ്രസ് കൊടുക്കണ്ട. ഓക്കെ, താങ്ക് യു. നമ്മള് കോഴിക്കോട് വരണോ തൃശ്ശൂർ? കാലിക്കറ്റ് വരൂ കേട്ടോ. കൂടുതൽ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Good night. Good night. Thank you so much. Good night. Okay.